ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. പതിവ് പോലെ മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു എന്നീ സിനിമകൾ ഏറ്റവും അവസാനം മറികടന്ന വിവിധ സിനിമകളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യമേ തന്നെ മഞ്ഞുമൽ ബോയ്സിലേക്ക് വരികയാണെങ്കിൽ ചിത്രം വേൾഡ് വൈഡ് കളക്ഷനിൽ 75 കോടി രൂപയ്ക്ക് മുകളിലേക്ക് കളക്ഷൻ ഇന്നത്തോടെ എത്തുന്നതോടെ സിനിമ കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ സൗബിന്റെ തന്നെ രോമാഞ്ചം എന്ന സിനിമയുടെ ഫൈനൽ കളക്ഷനായ 69 കോടി വേൾഡ് വൈഡ് കളക്ഷൻ മറികടന്നിരിക്കുകയാണ്. ഇനി തമിഴ്നാട് ബോക്സ് ഓഫീസ് റെക്കോർഡ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ തമിഴ്നാട്ടിൽ കൊടൂര കളക്ഷനിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിനിമയാണല്ലോ മഞ്ഞുമൽ ബോയ്സ്. ഇന്നത്തോടെ 9 കോടി രൂപയ്ക്ക് മുകളിൽ തമിഴ്നാട് ഗ്രോസ് കളക്ഷൻ ഉറപ്പാക്കപ്പെട്ട സിനിമ നാളെ ഞായറാഴ്ചത്തെ പ്രീസെയിൽ കളക്ഷൻ കൊണ്ട് മാത്രം 10 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെടാനായിട്ടിരിക്കുകയാണ്. ഇതിനു മുന്നേ ഒരു മലയാളം സിനിമയുടെ ഏറ്റവും കൂടുതൽ തമിഴ്നാട് കളക്ഷൻ നേടിയെടുത്ത സിനിമ എന്ന് പറയുന്നത് 2021 തിയേറ്ററുകളിലേക്ക് എത്തിയ കോവിഡ് കാലത്തെ പാനന്റൻ റിലീസായിട്ട് എത്തിയ ദുൽഖറിന്റെ കുറിപ്പാണ്. 5 കോടി 85 ലക്ഷമായിരുന്നു ചിത്രത്തിന്റെ തമിഴ്നാട് ഫൈനൽ ഗ്രോസ് കളക്ഷൻ. ഇപ്പോഴത്തെ ആ കളക്ഷനും കൂടി മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ ഒരു പാനന്റൻ റിലീസിന്റെ സഹായവും ഇല്ലാതെ തിയേറ്ററുകളിലേക്ക് എത്തി മറികടന്നിരിക്കുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ ഇന്ന് ശനിയാഴ്ചത്തെ കളക്ഷൻ കൊണ്ട് മാത്രം 30 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ട സിനിമ നാളെ ഞായറാഴ്ച കളക്ഷനോടെ 33 കോടി രൂപയ്ക്ക് മുകളിൽ ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. അതോടെ ദുൽഖറിന്റെ കരിയർ കേരള ബെസ്റ്റ് കളക്ഷനായ കുറിപ്പിന്റെ 32 കോടി കളക്ഷൻ കൂടി മഞ്ഞുമൽ ബോയ്സ് മറികടക്കുകയാണ്. ഇനി മഞ്ഞുമൽ ബോയ്സ് പോലെ തന്നെ പ്രേമലു എന്ന സിനിമയുടെ ഏറ്റവും പുതിയ നേട്ടങ്ങളിലേക്ക് വരികയാണെങ്കിൽ പ്രേമലുവിന്റെ കേരള കളക്ഷൻ 42 കോടി രൂപയ്ക്ക് മുകളിൽ ഇന്നത്തോടെ എത്തുകയാണ്. ഇതോടെ 40 കോടി കളക്ഷൻ ക്ലബിലുള്ള വിക്രം എന്ന കമലഹാസൻ നായകനെത്തിയ സിനിമയുടെ ഫൈനൽ കേരള കളക്ഷൻ, അവതാർ ദ വേ ഓഫ് വാട്ടറിന്റെ കളക്ഷൻ, ഒപ്പം തന്നെ 10 വർഷങ്ങൾക്ക് മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ ലാലേട്ടന്റെ ദൃശ്യം കളക്ഷൻ, പ്രേമം കളക്ഷൻ കൂടാതെ കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ മമ്മൂട്ടി ചിത്രം 41 കോടി 80 ലക്ഷം കളക്ഷൻ നേടിയെടുത്ത കണ്ണൂർ സ്ക്വാഡിന്റെ സോളോ റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ ഫൈനൽ കേരള കളക്ഷൻ കൂടി ഇപ്പോഴത്തെ പ്രേമലു മറികടക്കുകയാണ്. അങ്ങനെ നേട്ടങ്ങളോട് നേട്ടം തന്നെ നേടിക്കൊണ്ടിരിക്കുന്ന പ്രേമലു എന്ന സിനിമ അടുത്തൊരു വമ്പൻ റെക്കോർഡിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് നിസ്സംശയം പറയാം. അത് വേറെ ഒന്നും തന്നെയല്ല, നമ്മുടെ മോളിവുഡിന്റെ മഹാനടൻ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ കരിയർ ബെസ്റ്റ് കളക്ഷനായ ഭീഷ്മപർവ്വത്തിന്റെ ഫൈനൽ കേരള കളക്ഷൻ, ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ പ്രേമലു മറികടക്കുമോ ഇല്ലയോ എന്നാണല്ലോ കൂടുതൽ പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത്. 1-2 ആഴ്ചകൾക്ക് മുന്നേ തന്നെ ഒരു സൂചന പ്രേക്ഷകരെ അറിയിച്ചതാണ്. എന്നാൽ അന്ന് പലരും പറഞ്ഞിരുന്നു പ്രേമലു എന്ന നെസ്ലൻ സിനിമയ്ക്കൊന്നും തന്നെ മമ്മൂട്ടി സിനിമയെ മറികടക്കാനായിട്ട് കഴിയില്ല എന്ന്. എന്നാൽ ഇപ്പോഴത്തെ മറികടക്കാൻ എല്ലാവിധ സാധ്യതകളുമുണ്ട്. ഇന്നത്തോടെ 77 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ വരുന്ന സിനിമ ഒരു 10 കോടി വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്താൽ മമ്മൂട്ടിയുടെ കരിയർ ബെസ്റ്റ് പ്രേമലു മറികടക്കുകയാണ്. ശേഷം 100 കോടിയിലേക്ക് എത്തപ്പെടുമോ എന്നാണല്ലോ നാം ഉറ്റുനോക്കുന്നത്. കാത്തിരിക്കൂ പ്രേമലുവിന്റെ ഇതുപോലുള്ള കൂടുതൽ ബോക്സ് ഓഫീസ് നേട്ടങ്ങളുടെ അപ്ഡേറ്റുകൾ കേട്ടാം.